അട്ടപ്പാടിയിൽ നിയമലംഘനം നടത്തിയിട്ടില്ലെന്നും 2000 ഏക്കർ ഭൂമിക്ക് അവകാശമുണ്ടെന്നും മൂപ്പിൽ നായർ കുടുംബം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അനുമതി ലഭിച്ച ഭൂമിയിൽ 570 ഏക്കർ സ്ഥലം മാത്രമാണ് വിൽപ്പന നടത്തിയതെന്നും മറ്റു സ്ഥലങ്ങളും വിൽപ്പന നടത്താൻ ശ്രമിക്കുമെന്നും മൂപ്പിൽ നായർ കുടുംബാംഗമായ അർജുൻ സോമനാഥൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മൂപ്പിൽ നായരുടെ പേരിൽ വ്യാജരേഖ ചമച്ച് ചിലർ ഭൂമി വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അർജുൻ സോമനാഥൻ വ്യക്തമാക്കി. അട്ടപ്പാടിയിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് മൂപ്പിൽ നായരുടെ കുടുംബം ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് വൻതോതിൽ ഭൂമി വിറ്റഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ആ കുടുംബത്തിൽപ്പെട്ട അർജുൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ആക്ഷേപമാണ് വരുന്നത്. സംസ്ഥാന സർക്കാർ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി, പക്ഷേ ആ ഭൂപരിഷ്കരണ നിയമമെല്ലാം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഭൂമി കൈവശം വെക്കുന്നു, അത് വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അതിനകത്ത് രജിസ്ട്രേഷൻ വകുപ്പ് അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് അവിടുത്തെ ഭൂമി ഇടപാട് മുഴുവൻ കാറ്റാടി കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ മുമ്പിൽ സ്ഥാന കക്ഷിയാണ്. കാറ്റാടി കമ്പനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾക്കുള്ള ആധാരങ്ങളും ചെയ്തു കൊടുത്തവരാണ് ഈ പരാതി ഉന്നയിച്ച വ്യക്തികളെല്ലാവരും. അതായത് ആധാരമെഴുത്ത് അസോസിയേഷൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് കൃത്രിമ രേഖ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങളല്ല, ഈ പരാതിക്കാരാണ് ഈ തട്ടിപ്പ് നടത്തിയ അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയത്. അത് വ്യക്തമായ ഒരു 5 അംഗ IAS കമ്മിറ്റീനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ കേസാണ്. 2012 ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത റിപ്പോർട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് ഞാൻ ഹാജരാക്കേണ്ടടുത്ത് ഹാജരാക്കിയിട്ടുണ്ട്. നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ മുപ്പിൽസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മുപ്പിൽസ്ഥാനം ഭൂമികൾ, അതേപോലെ അട്ടപ്പാടിയിലെ കൊട്ടത്തറ വില്ലേജിലെ 1275 സർവേ നമ്പർ, 1273 സർവേ നമ്പർ, ഇതിലെല്ലാം വാക്കാൽ കരാറ് കൊടുത്തു എന്ന് പറഞ്ഞുള്ള ആധാരങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തതാണ്. കാരണം 975 വിധി പ്രകാരം ഹൈക്കോടതിയുടെ വിധിയിൽ വാക്കാൽ കരാറുള്ളത് ക്യാൻസലായി എന്നുള്ള ഫുൾ ബെഞ്ചിൻ്റെ ഓർഡറാണ് വന്നിട്ടുള്ളത്. സോ ആ ഓർഡർ നിലനിൽക്കെ വീണ്ടും മരിച്ചുപോയ ആൾ 6 വർഷം കഴിഞ്ഞ് വന്ന ആധാരങ്ങൾ ചെയ്തത് വരെ അട്ടപ്പാടിയിൽ ഇപ്പോഴും ക്രയവിക്രയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര സ്ഥലമാണ് വിറ്റിട്ടുള്ളത്? ഞങ്ങൾ 570 ഏക്കറാണ് ഇപ്പോൾ വിറ്റിട്ടുള്ളത്. അതെ, അതിൻ്റെ ഓഹരി അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 570 ഏക്കർ സ്ഥലം എത്ര കുടുംബങ്ങളാണ്? 70 കുടുംബങ്ങൾ കൂടിയിട്ടാണ്. വിൽപ്പനയുടെ സ്റ്റേജിലാണ്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര ഏക്കർ ഭൂമിയാണ് വിൽക്കാൻ ഒരുങ്ങുന്നത്? ഞങ്ങൾ അടുത്തത് ലീഗലി ട്രൈ ചെയ്യുന്നുണ്ട് എത്ര ഏക്കർ കിട്ടും. കാരണം നമുക്ക് ഉള്ള എത്ര സ്ഥലമുണ്ടോ അത്രയും നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ട്രൈബൽ പീപ്പിൾസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിൽ നിന്നോ റവന്യൂ സ്റ്റേറ്റിൽ നിന്നോ ഒന്നും നമുക്ക് എതിരെ ഒരു പരാതി വന്നിട്ടില്ല. കാരണം നമ്മൾ ആരുടെയും ഭൂമി കയ്യേറിയിട്ടില്ല. ഈ അസോസിയേഷൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് രജിസ്ട്രാർക്ക് അറിയാം. പിന്നെ അസോസിയേഷനിൽ ഇതിലെന്താ പ്രശ്നം നമുക്കറിയില്ല. നമ്മൾ ആസ് പെർ ലീഗൽ എല്ലാം ക്ലിയർ ആയിട്ട് നോക്കി ലീഗൽ പാനൽ ചെക്ക് ചെയ്ത് ഹൈക്കോടതി ഡയറക്ഷനും കൂടെ 2023 എടുത്തതിന് ശേഷമാണ് നമ്മൾ പൊസഷൻ മേടിച്ച് ഈ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ തുടങ്ങിയത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹൈക്കോടതിയുടെ അനുമതിയുണ്ട്. മറ്റൊന്ന്, ഒരു ഭൂമിയും കയ്യേറിയിട്ടല്ല വിൽപ്പന നടത്തുന്നത്, അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ഇതുവരെ 570 ഏക്കർ ഭൂമി വിൽപ്പന നടത്തി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് മലയാളം. നിയമലംഘനം നടത്തിയിട്ടില്ല, 2000 ഏക്കർ ഭൂമിക്ക് അവകാശമുണ്ട് എന്നാണ് മൂപ്പിൽ നായർ കുടുംബം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രസാദ് ഉമ്പിശ്ശേരിയാണ് ആ കുടുംബാംഗത്തിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതും ആ വിവരങ്ങൾ നൽകിയതും. പ്രസാദ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഇത് ആരോപണമായി ഉയർന്നിരുന്നു, വാർത്തയായി വന്നിരുന്നു. ഇപ്പോഴെന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണമായി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്? അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്, അതിൻ്റെ എല്ലാം രേഖകളുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഇപ്പോൾ ഈ മൂപ്പിൽ നായരുടെ കുടുംബ പ്രതിനിധി അർജുൻ സോമനാഥൻ പറയുന്നത് അവിടെ 2000 ഏക്കർ ഭൂമി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരുപാട് കോടതി വ്യവഹാരങ്ങൾ കഴിഞ്ഞതാണ്. അതിനുശേഷം അവർക്ക് 89 അതിൻ്റെ എല്ലാ തർക്കങ്ങളും കഴിഞ്ഞ് 89 2000 ഏക്കർ ഭൂമി ഇത്രയും അവകാശികൾ 70ഓളം അവകാശികളുണ്ട്, അത്രയും പേർക്ക് എടുക്കാമെന്നുള്ള കോടതി ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിൽപ്പന നടത്തുന്നത് എന്നുള്ള വാദമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും മിച്ചഭൂമിയോ അല്ലെങ്കിൽ സർക്കാർ ഭൂമിയോ കയ്യേറിയിട്ടില്ല, അതൊന്നുമല്ല വിൽപ്പന നടത്തുന്നത്. അങ്ങനെ അവിടെ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. ഈ മൂപ്പിൽ സ്ഥാനത്തിൻ്റെ പേരിൽ മൂപ്പിൽ നായരുടെ തണ്ടപ്പേര് ഉപയോഗിച്ചുകൊണ്ട് വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് മറ്റു ചില ആളുകളാണ്. അതിലാണ് അന്വേഷണം വേണ്ടത്. ഞങ്ങൾ അത്തരത്തിലൊരു തരത്തിലുള്ള തട്ടിപ്പും നടത്തിയിട്ടില്ല, അവകാശപ്പെട്ട ഭൂമിയാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്നും പ്രധാനമായും ഹർഷൻ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ വിശദമായ ഒരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ്. റവന്യൂ വകുപ്പ് എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. MK മുനീർ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ച് ഇതിന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി
മറുപടിയായി നൽകിയിട്ടുള്ളത്. അട്ടപ്പാടിയിൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം ഓരോ വ്യക്തിയും എത്ര ഏക്കർ ഭൂമി കൈവശം വെക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളൊരു മറുപടിയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എത്ര ഏക്കർ ഭൂമി, ഇപ്പോൾ 2000 ഏക്കർ ഭൂമിക്ക് അവകാശമുണ്ട് എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര ആളുകൾ, ഇപ്പോൾ 70 പേരാണെങ്കിൽ പോലും 2000 ഏക്കർ ഭൂമി ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത്രയും ഏക്കർ ഭൂമി കൈവശം വെക്കാൻ കഴിയില്ല. അപ്പോൾ എത്ര ഏക്കർ ഭൂമി ഇവർക്ക് കൈവശം വെക്കാം, അത്തരമുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ലഭ്യമാക്കുകയാണ് വേണ്ടത്. റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വളരെ വിശദമായ ഒരു അന്വേഷണമാണ് നടത്തേണ്ടത് എന്നുള്ളത് പ്രസക്തമായ ഭാഗമാണ്. ഇപ്പോൾ നടക്കുന്നത് രജിസ്ട്രേഷൻ വകുപ്പ് മാത്രമാണ്. ആ രജിസ്ട്രേഷൻ വകുപ്പ് നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഈ ആധാരങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ആധാരങ്ങൾ, ഇപ്പോൾ അവർ 570 ഏക്കർ ഭൂമി വിൽപ്പന നടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആധാരങ്ങളുടെ സാധുതയാണ് പരിശോധിക്കുന്നത്, ലീഗലാണോ ഇല്ലീഗലാണോ എന്നതാണ് പരിശോധിക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ, നിയമപരമായിട്ടുള്ള എല്ലാ പരിശോധനകളും നടത്തിയാൽ മാത്രമേ അവിടെ കൃത്യമായി ഭൂമിയെക്കുറിച്ചൊരു കണക്കുകൾ ലഭ്യമാകുകയുള്ളൂ. അത് റവന്യൂ വകുപ്പ് തന്നെയാണ് അതിനകത്ത് മുൻകൈ എടുക്കേണ്ടത്. എന്തായാലും ഈ മുപ്പിൽ നായരുടെ കുടുംബ പ്രതിനിധി അല്ലെങ്കിൽ അവരുടെ കുടുംബം ഒരു വിശദീകരണമായി വന്നിട്ടുണ്ട്. ആ വിശദീകരണം എന്ന് പറയുന്നത് അവർ ഒരു തരത്തിലും നിയമലംഘനം നടത്തിയിട്ടില്ല. 570 ഏക്കർ ഭൂമി വിൽപ്പന നടത്തി. ഇനിയും അവിടെ ഭൂമിയുണ്ട്, അതും വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. മറ്റ് മുപ്പിൽ നായരുടെ തണ്ടപ്പേര് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വ്യാജരേഖ ചമച്ച് നടത്തിയിട്ടുള്ള അത്തരം ആധാരങ്ങൾ, അതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഇവർ വ്യക്തമാക്കുന്നു. റൈറ്റ്, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.